ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജാം റോളിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക. ആദ്യം നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഇതൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചിതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ആകെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഒരു 1/4 കപ്പ് പഞ്ചസാര എഗ് വൈറ്റിലും 1/4 കപ്പ് പഞ്ചസാര എഗ് യോക്കിലുമാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് എഗ് വൈറ്റിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വരുന്ന വിധത്തിൽ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എഗ്ഗിൻ്റെ യോക്ക് ബാക്കിയുള്ള പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി പഞ്ചസാര നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ പാലും ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇത് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതിലേക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നന്നായിട്ട് മിക്സ് ആവണ വരെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു ബാറ്ററിലേക്ക് എഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇതേപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി, ഓവർ മിക്സ് ആക്കരുത്. അപ്പോൾ അതല്ലെങ്കിൽ ഒരു സ്പാറ്റുല വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോവും നന്നായി മിക്സ് ചെയ്യണ വരെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഒരു പരന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ആകണ വിധത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 15 മിനിറ്റ്, ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങളിത് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു നല്ല വൃത്തിയുള്ള തുണിയോ അതല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജാം മാത്രം തേച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമ്മൾ അടിയിൽ ഇട്ടിട്ടുള്ള തുണി കൊണ്ട് ഇത് ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു അലൂമിനിയം ഫോയിലിലേക്കോ അതല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പിലേക്കോ മാറ്റി കൊടുത്തതിന് ശേഷം ഇത് ടൈറ്റായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ജാം റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ആക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്